ഇന്ന് രാവിലെ തന്നെ പൊന്തൊക്കെ ഇറക്കിയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ മീൻ കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ തന്നെ കറി വയ്ക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ വലിയ അയിലയും കൊച്ചു മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സുള്ള ദിവസമായിരുന്നു ഇന്നെങ്കിലും KG സ്റ്റുഡൻസിന് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൂത്താൾ ഫ്രീ ആണ്. അപ്പോൾ മൂത്താൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. കളിക്കാൻ കൂട്ടാരും ഇല്ലല്ലോ, അപ്പോൾ സമയം പോകാൻ വേണ്ടി മൊത്തം ഡ്രോയിങ്ങിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വരച്ച പടങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. മാഗി വേണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി എൻ്റെ പുറകെ കൂടിയിട്ട്, അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നോർത്തു. ഒരു രക്ഷയില്ല, ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഒരു മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ആളെ അങ്ങോട്ട് സെറ്റാക്കി നമുക്ക് നമ്മുടെ പണിയിലേക്കൊക്കെ കിടക്കാട്ടോ. അങ്ങനെ മീനൊക്കെ അമ്മച്ചി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ തേങ്ങ സെറ്റാക്കി എടുക്കുകയാണ്. തേങ്ങ ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി ഇന്ന് കിട്ടിയത് കുറച്ച് ബീൻസാണ്. അപ്പോൾ ബീൻസ് എല്ലാം ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് കറി വെച്ച് കഴിഞ്ഞു. പച്ചക്കറിയുടെ പരിപാടി തീർന്നു. അപ്പോൾ ഇനി നമുക്ക് മീനിൻ്റെ കറി നോക്കണം. അപ്പോൾ അതിന് വേണ്ടി പുളിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മച്ചിനെ കൊണ്ടാണ് കറി വെപ്പിക്കുന്നത്. അമ്മച്ചിനെ കൊണ്ട് കറി വെപ്പിച്ചാൽ കറി അങ്ങോട്ട് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിനെ കൊണ്ട് തന്നെ കറി വെപ്പിക്കാമെന്ന് ഓർത്തു. പൊടികളൊക്കെ കറക്റ്റായിട്ട് ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് പുളിവെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വരാറാകുമ്പോഴത്തേക്കും നമുക്ക് മീനെല്ലാം ഇറക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ തെളിച്ച് വറ്റിച്ചെടുക്കാവേ. അപ്പോൾ 2 കുക്കുംബർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സൺലാസ് ഉണ്ടാക്കാം, നല്ലതല്ലേ. അങ്ങനെ സൺലാസ് ഉണ്ടാക്കി, പെട്ടെന്ന് തൈരൊക്കെ ഒഴിച്ച് സൺലാസ് ഉണ്ടാക്കി. കൊച്ചിന് ചോറ് കൊടുക്കാമല്ലോ എന്നോർത്തു. അങ്ങനെ ചോറും പച്ചക്കറിയും മീനും, പിന്നെ ഉണക്കമീനിൻ്റെ ആളാണ് കേട്ടോ. ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണക്കമീനും കുറച്ച് കൂടുതൽ സൺലാസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ TV ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. സമയമെടുത്ത്, ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ബൈ.